ടേബുൺ മിയോങ്ങിന്റെ പാട്ട് കേട്ടോണ്ടിരുന്നിട്ട് മാനേജറിനെ വിളിച്ചിട്ട് ആ കുട്ടിയുടെ പേരെന്താണെന്ന് ചോദിക്കും. മിയോങ് എന്നാണ് പേര്, പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്തതാണ്, ഓഡീഷൻ വഴി എടുത്തതാണെന്ന് പറയും. അന്നേരം എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല വോയിസ് ആണ്, എന്തോ ഒരു പ്രത്യേകതയുണ്ട് അതിന്റെ വോയിസിന്, ഇവിടെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കേണ്ട കുട്ടിയല്ല, അതിനെ കുറച്ചും കൂടി വലിയ സ്റ്റേജ് ഒക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് പറയും. ഞാൻ പ്രത്യേക താല്പര്യം എടുത്തിട്ടാണ് അതിനെ റിക്രൂട്ട് ചെയ്തതെന്നാണ് ഉടനെ മാനേജർ പറയും. മിയോങ് പാടി തീരാറാവുമ്പോഴത്തേക്കിനും ടേബിൾ അകത്തേക്ക് പോകും. മാനേജറെ വിളിച്ചിട്ട് കുറച്ചധികം മെമ്മ ഉണ്ട് അയാളുടെ കൈ കൊടുത്തിട്ട് ഇതൊരു എൻവലപ്പിലാക്കി ആ കുട്ടിക്ക് കൊടുക്കണം, നന്നായിട്ട് പാടിയെന്ന് പറയുകയും വേണം എന്ന് പറയും. എന്നിട്ട് സ്ലോട്ട് മാറ്റി കൊടുക്കാനും പറയും. സാങ്കുൾ ആരോടത്തോ രഹസ്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതന്നെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് സൂക്ചൂൾ വരുന്നത്. അവനെ കാണുന്നുണ്ടെ തന്നെ ഇയാള് ഫോൺ കട്ട് ചെയ്യും. എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ടാണ് സൂക്ചൂൾ വരുന്നത്. മീറ്റിംഗ് നടന്ന സ്ഥലത്തേക്ക് നാർക്കോട്ടിക്സ് ടീമിൽ നിന്ന് പോലീസുകാർ വരുവാണ്. എന്നിട്ട് ഡ്രഗ്സ് ഉണ്ട് ചാങ്സുവിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ചാണ് വന്നതെന്ന് പറഞ്ഞിട്ട് ഇവർ പോയി കാറ് പരിശോധിക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് അവർക്ക് ഡ്രഗ്സ് കിട്ടും. മനഃപൂർവ്വം ആരോ ചെയർമാനെ കുടുക്കിയതാണ്. നമ്മുടെ ചെയർമാൻ എന്തായാലും ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് നമുക്കറിയാലോ, ആരാണെന്ന് ഏകദേശം ധാരണയുണ്ട്. അന്നേ ഞാൻ ചെയർമാൻ്റെ അടുത്ത് പറഞ്ഞതാണ് അവന് വെറുതെ വിടരുത്, അവൻ വേറെ ഗ്യാങ് തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, അത് കേട്ടില്ല. നമുക്ക് എല്ലാത്തിനും അങ്ങ് പോയി തീർത്താലോ എന്ന് സാങ്കുലി ചോദിക്കും. അപ്പൊ അതിനുള്ള റീസണും ഇല്ല, നമുക്ക് അതിനുള്ള എവിഡൻസും നമ്മുടെ കയ്യിലില്ല. എടുത്തുചാടി ഒന്നും ചെയ്യണ്ട, ആരാണെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് സൂക്ചൂൾ നേരം ഇയാളുടെ അടുത്ത് പറയും. മിയോങ് പെർഫോമൻസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെട്ടു, ഇയാൾ നന്നായിട്ടാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ എൻവെൽപ്പ് കൊടുക്കും. അവർക്ക് അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാവും. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ തുറന്നു നോക്കാൻ പറയുന്നുണ്ടെ അതിൽ വലിയൊരു എമൗണ്ട് ആണ്. ഇവിടെ ചോദിക്കും ഇതെന്താ ഇത്രയൊക്കെ വാങ്ങിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ടെ ഇത് സ്പെഷ്യൽ ആയിട്ട് ചെയർമാൻ തരാനായിട്ട് പറഞ്ഞതാണ്, കുഴപ്പമൊന്നുമില്ല, ഇയാളുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണെന്ന് പറയും. ഇപ്പൊ ചെയർമാൻ ആരാണെന്ന് ഇവിടെ ചോദിക്കും. നമുക്ക് അറിയത്തില്ല. അറിയത്തില്ലേ, ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്, കാണുമ്പോൾ ഗ്രീറ്റ് ചെയ്യണം എന്നൊക്കെ പറയും. അവിടെ പാർട്ട് ടൈമറായിട്ട് നിൽക്കുന്ന ഒരു പയ്യനുണ്ട്, നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് മിയോങ്ങിന്റെ അടുത്ത് സംസാരിക്കുന്നത്. അവനും ഇത് കേൾക്കുമ്പോൾ സന്തോഷമാവും. അപ്പോൾ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, അടുത്ത പ്രാവശ്യം മുതൽ മെയിൻ സ്റ്റേജിൽ വേണം പെർഫോം ചെയ്യാനെന്ന് പറയുമ്പോഴത്തേക്കിനും രണ്ടുപേർക്കും സന്തോഷമാവും. മിയോങ് അന്നേരം തന്നെ സൂക്ചൂളിനെ വിളിക്കും. സ്റ്റേജിൽ കയറിയപ്പോൾ എനിക്ക് മനസ്സിലൊന്നും ഇല്ലായിരുന്നു, എങ്ങനെ പെർഫോം ചെയ്തതെന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ നന്നായിട്ടാണ് ചെയ്തതെന്ന് എന്നോട് പറഞ്ഞു. അടുത്ത പ്രാവശ്യം മുതൽ മെയിൻ സ്റ്റേജിലാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്, 9 മണിക്കത്തെ സ്ലോട്ടാണെന്നൊക്കെ ഇവള് പറയും. ഇപ്പൊ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ചാനലുള്ള ആളുകളെ ബാക്കിയുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, നന്നായിട്ട് ചെയ്താൽ മതി, എന്തായാലും ഇന്ന് ക്ഷീണിച്ചിട്ടുണ്ടാവുമല്ലോ, വേഗം വീട്ടിലേക്ക് പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. സൂക്ചൂള് വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് താമസിച്ച് അവൻ ആദ്യം ക്ഷമ ചോദിക്കും. എന്നിട്ട് ഞാൻ ഈ ലൈഫ് ക്വിറ്റ് ചെയ്യാനായിട്ട് പോവാണ്, ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല, വേറെ എന്തായാലും ഇതിനെക്കാട്ടിൽ ഭേദമായിരിക്കും എന്ന് എനിക്കറിയാമെന്ന് പറയും. അപ്പൊ അച്ഛനാണെങ്കിൽ നന്നായി എന്ന് ഇവനോട് തിരിച്ചു പറയും. ഇത് കേൾക്കുമ്പോൾ ഇവര് ദേഷ്യം വരും. നിനക്ക് ഇത്രയും കാലം അത്രയും ബുദ്ധിമുട്ടായിരുന്നോ, അല്ലെങ്കിൽ ഇഷ്ടമല്ലായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും എന്നോടൊന്ന് ചോദിക്കണ്ടേ എന്ന് ചോദിച്ചിട്ട് ഇവൻ ദേഷ്യത്തിലാണ് കയറി പോകുന്നത്. അച്ഛൻ അതിനൊന്നും മറുപടി പറയത്തില്ല. സൂക്ചൂള് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അച്ഛൻ അപ്പുറത്ത് ഫ്രണ്ടിന്റെ വീട്ടിൽ ഹീറ്റർ കേടായത് ശരിയാക്കാനായിട്ട് പോവുകയാണ്. അവനോട് അന്നേരം അച്ഛൻ ചോദിക്കും, ഇന്നലെ രാത്രി നീ പറഞ്ഞത് ശരിക്കും പറഞ്ഞാണോ എന്ന്. അവൻ അതേന്ന് പറയുന്നുണ്ട്. തലേദിവസത്തെ പോലെ തന്നെ അതെന്തായാലും നന്നായി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോകും. ഹീറ്ററൊക്കെ ശരിയാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഫ്രണ്ട് വരുന്നുണ്ടെ ചോദിക്കുന്നത്, രാവിലെ ഇങ്ങനെ ചിരിച്ചോണ്ടൊക്കെ വരുന്ന കണ്ടപ്പോഴത്തേക്കും ലോട്ടറി എന്തോ അടിച്ചെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്, അവൻ ആ ലൈഫ് ക്വിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് ഇത്രയും സന്തോഷം തരുന്നുണ്ടെങ്കിൽ ഇത് നേരത്തെ അവനോടൊന്ന് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ചോദിക്കും. എനിക്ക് പേടിയായിരുന്നു, അവനോട് പറയുവാണെങ്കിൽ എനിക്കത് പറയാനുള്ള അവകാശം ഇല്ലാന്നെങ്ങനെ അവൻ എന്നോട് തിരിച്ചു പറഞ്ഞാലോ, അതുകൊണ്ട് ഞാൻ ഹെസിറ്റേറ്റ് ചെയ്തു. അങ്ങനെ പിന്നെ അതിന്റെ കറക്റ്റ് സമയത്ത് ഓരോന്ന് പറയണമല്ലോ, ആ സമയം അങ്ങ് മിസ് ചെയ്തു. എന്തായാലും അവനായിട്ട് ഇപ്പൊ നിർത്താനായിട്ട് തീരുമാനിച്ചതിൽ എനിക്ക് വലിയ ആശ്വാസം ഉണ്ടെന്ന് പറയും. ഉടനെ ഇയാൾ ചോദിക്കും, അതൊക്കെ ശരി, ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ തീരുമാനം എന്ന് ചോദിക്കുന്നുണ്ടെ അവൻ എന്തെങ്കിലും ചെയ്ത് ജീവിച്ചോളും, എന്തായാലും ഗ്യാങ്സ്റ്റർ ആയിട്ടല്ലല്ലോ ജീവിക്കുന്നത്, അവൻ ചെറുപ്പമാണല്ലോ, എന്തെങ്കിലും പണി കണ്ടുപിടിച്ചോളും എന്ന് പറയും. ഡ്രഗ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു, അത് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ ചെയർമാനെ അന്ന് റിലീസ് ചെയ്യുവാണ്. റിലീസ് ആയിട്ട് വന്നാൽ ഉടനെ ആദ്യം ചോദിക്കാൻ പോകുന്നത് ആരാണ് ഇതിന് പിന്നിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആരാണെന്ന് അന്വേഷിച്ച് അത് ഉറപ്പിച്ചിട്ട് വരാനായിട്ട് സാങ്കുള് സൂക്ചൂളിനെ പറഞ്ഞു വിടും. കഴിഞ്ഞ ദിവസം സൂക്ചൂളിനെ കാണാൻ വന്ന സ്റ്റുഡൻസിൽ ഒരാള് അവൻ പറഞ്ഞ കൂട്ട് ലൈബ്രറിയിൽ പോയി ബുക്ക് വായിച്ച് അതിനെപ്പറ്റി റിവ്യൂ ഒക്കെ എഴുതി കൊണ്ടുവന്ന് അവനെ കാണിക്കും. അവൻ എന്തായാലും ഈ ഗ്യാങ്ങിൽ ചേർന്നാലേ ഉള്ളൂ എന്നുള്ള രീതിക്കാണ്. അത് നോക്കി കഴിഞ്ഞിട്ട് സൂക്ചൂൾ അവൻ്റെ അടുത്ത് ചോദിക്കും, ഇയാൾ ക്ലാസ്സിൽ എത്രാമതാണെന്ന്. അപ്പൊ അവൻ ഏറ്റവും ലാസ്റ്റിലാണ്. അപ്പൊ അവൻ്റെ അടുത്ത് പറയുന്നത്, ആദ്യത്തെ 10-നുള്ളിൽ വരാമെങ്കിൽ ഇയാളെ ഞാൻ ഗ്യാങ്ങിൽ ചേർക്കാമെന്നാണ്. അപ്പൊ എന്നെ എടുക്കത്തില്ലെങ്കിൽ അതങ്ങ് നേരിട്ട് പറഞ്ഞാൽ പോരെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും 10-നുള്ളിൽ വരുവാണെങ്കിൽ എന്നെ വന്ന് കാണും, തീർച്ചയായിട്ടും ഇയാളെ ചേർക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ പോകും. ഇതെല്ലാം മേളിൽ നിന്ന് കണ്ട സാങ്കുളിലാണെങ്കിൽ ആ കുട്ടി ആരാണെന്ന് ചോദിക്കും. അവനൊരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആണ്, ഒരു ബുള്ളിയാണ്, നല്ല ഫൈറ്റർ ആണ്, ഒട്ടും പേടിയൊന്നുമില്ല, ആള് നല്ല മെറ്റിക്കുലസ് ആണ്, അവനെ ഞാൻ കുറച്ച് നാളായിട്ട് നോക്കി വെച്ചേക്കാണെന്ന് ഈ ഗ്യാങ് മെമ്പർ പറയും. യങ്സു സൂക്ചൂളിനെ വിളിച്ചിട്ട് സോക്യുങ് എവിടെയാണ് താമസിക്കുന്ന അഡ്രസ്സ് തരാനായിട്ട് പറയും. അവനാണെങ്കിൽ ചെയർമാന്റെ അറസ്റ്റിനെ പറ്റി ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ഇവന്റെ കാര്യങ്ങളൊന്നും അധികം അറിയാൻ സാധ്യതയില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ചോദിക്കത്തില്ല. അഡ്രസ്സ് ഞാൻ അയച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് കോള് കട്ട് ചെയ്യുന്നത്. ആരോ ബെല്ലടിക്കുന്നത് കേട്ടിട്ട് കഥ തുറക്കാതിരിക്കും സോക്യുങ്. പക്ഷെ
സോക്കിങ് ഇവിടെയല്ല താമസിക്കുന്നതെന്ന് ചോദിക്കുന്ന കേട്ടിട്ട് വന്ന് കഥ തുറന്നിട്ട് ആ പേരിൽ ഒരാൾ ഇവിടെ ഇല്ല എന്ന് പറയും. കള്ളം പറയരുത്, ഞാൻ പോലീസിൽ നിന്നാണെന്ന് പറയുമ്പോഴത്തേക്കും ഇവള് പേടിക്കും. ആ പേരിൽ ഒരാളില്ലാന്ന് വീണ്ടും പറയുമ്പോൾ എന്റെ ഫസ്റ്റ് ലവിനെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയത്തില്ലെന്നാണോ വിചാരിച്ചു വെച്ചേക്കുന്നതെന്ന് ചോദിച്ചിട്ട് യങ്സു അവളെ ഗ്രീറ്റ് ചെയ്യും. അങ്ങനെയാണ് സോക്കിങ്ങിന് ആശ്വാസമാവുന്നത്. ആകെ പ്രശ്നമായിട്ടിരിക്കുക, അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് പേടിപ്പിക്കരുതെന്ന് സോക്കിങ് അവൻ്റെ അടുത്ത് പറയും. അപ്പം ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം, അതൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഇവള് ചോദിച്ചുറപ്പിക്കും നിന്റെ ഫസ്റ്റ് ലവ് ഞാൻ തന്നെയായിരുന്നു എന്ന്. അപ്പൊ അത് ഇവിടെ എല്ലാവർക്കും അറിയാലോ, ഇയാൾക്ക് മാത്രം അറിയത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടമായിരുന്നെന്ന് എനിക്കറിയായിരുന്നു, എന്നാലും ഞാനൊന്ന് ചോദിച്ചുറപ്പിച്ചേ ഉള്ളൂ എന്ന് പറയും. ഇപ്പോഴും എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടെ എനിക്കിപ്പോൾ ഒരു കുട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. അതെന്താ കുട്ടികളുള്ളവരെ ഇഷ്ടപ്പെടാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഇവൻ തിരിച്ചു ചോദിക്കും. എന്നിട്ട് പറയും ഇയാളുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം, അതെല്ലാം കഴിയുന്നുണ്ടെ എൻ്റെ ഒരു വിഷ് എനിക്ക് സാധിച്ചു തരണം എന്ന് പറയും. എന്താണെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ടെ അതൊന്നും പറയാൻ പറ്റത്തില്ല, എനിക്ക് പ്രോമിസ് തരണം എന്നാണ് പറയുന്നത്. കാര്യം കേൾക്കാതെ എങ്ങനെയാ പ്രോമിസ് തരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവൻ നിർബന്ധിച്ച് പ്രോമിസ് ചെയ്യിക്കും. എന്താണെന്ന് പറയത്തില്ല, അതൊക്കെ ഞാൻ പിന്നീട് പറയാം എന്നാണ് പറയുന്നത്. അവൾക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയെ പറ്റി മിയോങ് വന്ന അമ്മയടുത്ത് പറയും. ഇവിടുന്ന് പണ്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ്, എൻ്റെ മ്യൂസിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ആളും എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഒന്നും പഴയതുപോലെ ആകത്തില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ തിരിച്ചു വന്നത് നല്ലൊരു തീരുമാനമായിരുന്നു എന്ന് തോന്നുന്നു എന്നൊക്കെ അമ്മയടുത്ത് പറയുന്നുണ്ട്. ചാങ്സനെ പോലീസ് പിടിച്ചോണ്ട് പോകുന്ന ഫോട്ടോ ഒക്കെ കണ്ട് രസിച്ചിരിക്കുകയാണ് ടേഹും. ആദ്യമേ മര്യാദയ്ക്ക് നമുക്ക് ഈ കോൺട്രാക്ട് തന്നിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യം വരത്തില്ലായിരുന്നു. ഇനി മറ്റേ കോൺട്രാക്റ്റും കൂടി നമ്മുടേതാക്കണം, എത്രയും പെട്ടെന്ന് ഇന്ന് അവരെ പോയി കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ പറഞ്ഞു വിടും, കൂടെയുള്ള 3 പേര്. അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബോക്ചൂൺ 3ാമത്തെ ആളെ പറഞ്ഞു വിടും. എന്നിട്ട് ചെൻഹോയുടെ അടുത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല എന്ന് ചോദിക്കും. ചെയർമാൻ എന്നോടാണ് ചെയ്യാനായിട്ട് പറഞ്ഞത്, വേറെ ആരും അറിയരുത്, രഹസ്യമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും ബോക്ചൂൺ ദേഷ്യം വരും. എന്നെ അറിയിക്കാത്തതിന്റെ പ്രശ്നമാണിത്, എല്ലാ കാര്യങ്ങളും എന്നോട് റിപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതിൽ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അതിന്റെ കുറ്റം മുഴുവൻ നീ തന്നെ ഏറ്റോണം, ഞാനത് ഏൽക്കാനായിട്ട് പോകുന്നില്ല, നീ ഒറ്റയ്ക്ക് ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടും. അന്നേരം ഇവനൊരു കോള് വരും, അത് സൂക്ചൂളിന്റെ ആണ്, അത് ചെൻഹോ കാണുന്നുണ്ട്. അന്നേരം അവനെ നോക്കിയിട്ട് ഇനി ഇവിടെ നിൽക്കണ്ട, പൊക്കോളാനായിട്ട് പറയും. ഇവൻ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഞാനിന്ന് ബിസി ആണെന്നാണ് പറയുന്നത്. പക്ഷേ സൂക്ചൂള് അവൻ്റെ അടുത്ത് മീറ്റ് ചെയ്യണം എന്ന് പറയും. മിയോങ്ങിനെ പറ്റി അന്വേഷിക്കണമെന്ന് ടേഹുൺ ബാർ മാനേജറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാൾ വിളിച്ച് പറഞ്ഞു കൊടുക്കും ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന്. അയാൾ പറയുന്ന അനുസരിച്ച് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവൻ്റെ ചാനൽ കിട്ടും. കണ്ടു തുറക്കുന്നതിന് മുമ്പ് തന്നെ അവൻ സബ്സ്ക്രൈബ് ചെയ്യും. എന്നിട്ട് പതുക്കെ ഓരോ വീഡിയോസ് ആയിട്ട് എടുത്ത് കാണാനായിട്ട് തുടങ്ങും. കടം വാങ്ങിച്ച പൈസ മിയോങ് സോഫിക്ക് തിരിച്ചു കൊടുക്കും. ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല നമ്മൾ പറയുമ്പോഴത്തേക്കും അത് കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ പൈസ വന്നപ്പോൾ ഞാൻ തിരിച്ചു തന്നതേ ഉള്ളൂ എന്ന് മിയോങ് പറയും. അപ്പൊ ശരിക്കും എൻ്റെ ചേട്ടനെ വിളിച്ചായിരുന്നു ചോദിക്കുമ്പോൾ വിളിച്ചായിരുന്നു എന്ന് മിയോങ് പറയും. അപ്പൊ നിങ്ങൾ തമ്മിൽ ഡേറ്റ് ചെയ്യുവാണോ എന്ന് ചോദിക്കുമ്പോൾ അത്രയ്ക്കൊന്നും ആയിട്ടില്ല നമ്മൾ പറയുന്നുണ്ടേ. സോഫി പറയും അന്ന് സ്കൂളിൽ നിന്ന് പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും ആവശ്യമില്ലായിരുന്നു, അവൻ നല്ല രീതിക്ക് പോകുമായിരുന്നു എന്ന് പറയും. അപ്പൊ എന്താണ് സംഭവം എന്ന് മിയോങ്ങിന് അറിയത്തില്ല. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം അത് നീ പോയി കഴിഞ്ഞിട്ടാണ് അവൻ ഉടനെ തന്നെ വേറെ സ്കൂളിലെ കുട്ടികളുമായിട്ട് ചെന്നിട്ട് അടി ഉണ്ടാക്കി അങ്ങനെ അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമായിരുന്നു എന്ന് പറയും. ഇത് കേൾക്കുന്ന ഉടനെ അവളുടെ ബുള്ളീസിന്റെ അടുത്താണ് പോയി സൂക്ചൂള് അടി ഉണ്ടാക്കിയതെന്നും അത് കാരണമാണ് അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതെന്നും മിയോങ് തിരിച്ചറിയും. ഇവിടെ കുറെ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്, വേറെ സ്കൂളിലെ കുട്ടികൾ ബുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു. അവളെ ഒരുപാട് ഉപദ്രവിക്കുകയും ഹരാസ് ചെയ്യുകയും അത് റെക്കോർഡ് ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ആ നാണക്കേട് കാരണം അവളെ വീട്ടിൽ തിരിച്ചു വരുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ ഇങ്ങനെ തളർന്ന് നിൽക്കുമ്പോൾ വീടിന്റെ ഫ്രണ്ടിൽ സൂക്ചൂള് നിൽക്കുന്ന കാണും. അവനെ ഫേസ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് അവൾ അങ്ങോട്ടേക്ക് പോകത്തില്ല. താൻ കാരണമാണ് അവന്റെ ജീവിതം ഇങ്ങനെ ആയി പോയെന്ന് ഓർക്കുമ്പോൾ അവൾക്ക് കുറ്റബോധമാവും. അന്നേരം തന്നെ സൂക്ചൂളിനെ വിളിക്കും. എന്താ പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, പിന്നെ ഒരു കാര്യം ചോദിക്കാനും ഉണ്ടായിരുന്നു. എന്താ എൻ്റെ അടുത്ത് ഒന്നും പറയാതിരുന്നത്? ഇവിടുന്ന് പോയതിനു ശേഷം സൂക്ചൂളിന്റെ ലൈഫ് എങ്ങനെയായിരുന്നു, എന്തൊക്കെ സംഭവിച്ചു എന്നൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ, അതെന്താണെന്ന് ചോദിക്കും. അതൊക്കെ പണ്ട് കഴിഞ്ഞ കാര്യങ്ങളല്ലേ, എന്തിനാ ഇപ്പോൾ അതൊക്കെ ഓർക്കുകയും പറയുകയും ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവൻ തിരിച്ചു ചോദിക്കും. കാര്യങ്ങളൊക്കെ അറിഞ്ഞ് സൂക്ചൂള് ചെല്ലുമ്പോഴത്തേക്കും ഇവര് താമസം മാറി പോയിട്ടുണ്ടാവും. അവൻ ടാക്സിയുടെ പുറകെ കുറെ കിടന്ന് ഓടുന്നുണ്ട്. അതിനുശേഷം ആ ദേഷ്യത്തിലാണ് അപ്പുറത്ത് പോയി ആ സ്കൂളിലെ ബുള്ളീസുമായിട്ട് അടി ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഇവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നത്. CCTV ഫുട്ടേജ് നോക്കി ഗാംബ്ലിംഗ് സൈറ്റിലെ ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യങ്സു ഹോസ്പിറ്റലിലേക്ക് വരും. സോക്കിങ്ങിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഇനി എന്നെ വിളിച്ചാൽ മതി. സൂക്ചൂളിനെ വിളിച്ചോണ്ടാ ഇത് ഇത്രയും പ്രശ്നമായത്, അവനൊരു ഗ്യാങ്സ്റ്റർ അല്ലേ, ഞാനൊരു പോലീസുകാരനല്ലേ, ഞാൻ വരുമ്പോൾ ജസ്റ്റിസ് നടപ്പാക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണെന്നൊക്കെ ഇങ്ങനെ യങ്സു പറയുമ്പോൾ സോക്കി ചോദിക്കും അതെന്താ അങ്ങനെയെന്ന്. അപ്പം ഡോക്ടർ ജാങ് പറയും അവനെ വെറുതെ വിട്ടേക്ക്, അവന് പണ്ടത്തെ ക്രഷ് പോയിട്ടൊന്നുമില്ല, ചേച്ചിയാണ് ഏറ്റവും സുന്ദരി എന്നാണ് അവന്റെ വിചാരം എന്ന് പറയും. അതുകൊള്ളല്ലോ സോക്കിങ് ഇപ്പോഴും പ്രറ്റിയാണെന്ന് ഉടനെ യങ്സു തിരിച്ചു പറയും. അപ്പം ഡോക്ടർ ജാങ് പറയും പണ്ടത്തെ അത്രയും ഭംഗിയില്ലെന്നാ ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ഇവനുണ്ടോ ചോദിക്കുന്നത് അതിന് നീ പ്ലാസ്റ്റിക് സർജൻ അല്ലല്ലോ എന്നാണ്. ഒരാൾ ഭംഗിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് പ്ലാസ്റ്റിക് സർജൻ ഒക്കെ ആവണോ? പിന്നെ എങ്ങനെ ഇരുന്നാലും ഭംഗിയുണ്ടേലും ഇല്ലേലും എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ എല്ലാവരുടെ മുഖം ഒരുപോലെയാണെന്ന് ഡോക്ടർ ഉടനെ തിരിച്ചു പറയും. ഇവൻ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവുകയാണ്. ഡോക്ടർ ഉടനെ യങ്സുവിന്റെ പുറകെ പോകും. ഇവരിങ്ങനെ ബിക്കർ ചെയ്ത് പോകുന്ന കാണുമ്പോഴത്തേക്കും
പണ്ട് സ്കൂളിൽ പഠിച്ച കൂട്ട് തന്നെയാണല്ലോ, രണ്ടുപേർക്കും ഒരു വ്യത്യാസവും ഇല്ലല്ലോ എന്ന് സോക്കി ഇങ്ങനെ ആലോചിക്കും. സോക്കിങ് അന്നും പുറത്തു പോകാനായിട്ട് ഇറങ്ങും. പക്ഷെ ഗ്യാംബ്ലിംഗ് സൈറ്റിലെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അതിലൊരാൾ ഇവളെ കാണും. ഇവളെ കണ്ട് തിരിച്ചറിഞ്ഞ് വരുമ്പോഴത്തേക്കിനും സോക്കിങ് അവിടുന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. ഒരുവിധമാണ് അയാൾ കാണാതെ രക്ഷപ്പെടുന്നത്. പക്ഷെ ആ നെയ്ബർഹുഡിൽ എവിടെയോ ആണ് സോക്കിങ് താമസിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലാവും. ബോക്ചൂൺ സൂക്ചൂളിനെ മീറ്റ് ചെയ്യും. ഗ്യാങ്സ്റ്റേഴ്സിന്റെ ഇടയിലാണെങ്കിൽ പോലും ഈ ചെയ്തത് മര്യാദകേടാണ്, അത് നിനക്ക് അറിയാലോ എന്ന് ചോദിക്കും. ഒഫീഷ്യലി എനിക്കൊന്നും പറയാനായിട്ട് പറ്റത്തില്ല, ഈ ഒരു പ്രാവശ്യത്തേക്ക് വിട്ടുകള, ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് ബോക്ചൂൺ പറയുന്നുണ്ടേ. നീ ചെയ്തതുപോലെയാണല്ലോ നീ സംസാരിക്കുന്നതെന്ന് പറയും. ടേഹൂൺ ഇപ്പോൾ ഓഫീസിലുണ്ട്, ഞാൻ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിയാക്കാമെന്ന് ബോക്ചൂൺ പറയുന്നുണ്ടേ. നീ എന്തായാലും അത് ചെയ്യാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാമെന്ന് സുക്ചൂൾ പറയും. എന്നിട്ട് ഇവനൊന്നും മിണ്ടാതെ കാറിൽ കയറി പോകാനായിട്ട് തുടങ്ങുമ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് ബോക്ചൂൺ ചോദിക്കും. ഞാൻ ടേഹൂണിനെ മീറ്റ് ചെയ്യാനാണ് പോകുന്നതെന്ന് ഇവൻ പറയും. അവിടുന്ന് സുക്ചൂൾ വരുന്നത് ടേഹൂണിന്റെ ഓഫീസിലേക്കാണ്. എനിക്ക് ചെയർമാനെ ഒന്ന് കാണണം, 5 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ, കണ്ടിട്ട് ഞാൻ പൊക്കോളാന്ന് പറയുമ്പോഴേക്കും ജബോങ്ങും ബാക്കിയുള്ള ആൾക്കാരും ഇവനെ കയറ്റി വിടത്തില്ല. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ഞങ്ങളുടെ ചെയർമാനെ കാണാനായിട്ട് പറ്റത്തില്ല, ഇയാൾ ആരാണെന്നൊക്കെ ചോദിക്കും. അവിടെ ചെറുതായിട്ട് അടിയിടിയൊക്കെ ആവും. ഇത് കണ്ടോണ്ടിരുന്ന ചെൻഹോ ആണെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് അവന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങും. കറക്റ്റ് സമയത്ത് ബോക്ചൂൺ അവിടെ എത്തും. എന്നിട്ട് ചെൻഹോയെ തടയും. എന്താ ഇത്, ടെഹൂണിനെ കാണാൻ ഞാൻ റിസർവേഷൻ ഒക്കെ ചെയ്യണോ? 5 മിനിറ്റ് മതിയെന്ന് ഞാൻ നിന്റെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാണ്, എന്നിട്ട് പോലും ഒരാൾ കത്തിയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ സൂക്ചൂൾ പറയും. ബഹളം കേട്ട് ഇറങ്ങി വന്ന ടേഹൂൺ സൂക്ചൂളിനെയാണ് കാണുന്നത്. അവനെ അകത്തേക്ക് കയറ്റി വിട്ടോ, നീ വല്ലപ്പോഴും ഇങ്ങോട്ടേക്ക് വരണ്ടേ, അതുകൊണ്ടാണ് എൻ്റെ കൂടെയുള്ള ആളുകളൊന്നും നിന്നെ തിരിച്ചറിയാത്തതെന്ന് പറയും. എന്താ നീ ഇത്ര സീരിയസ്, നിന്റെ മുഖത്തെ ദേഷ്യം കണ്ട നീ ആരെ കൊല്ലാൻ വന്നതായിട്ട് തോന്നുമല്ലോ എന്ന് ടേഹൂൺ സൂക്ചൂളിന്റെ അടുത്ത് പറയും. സൂക്ചൂൾ ചോദിക്കുന്നത്, ഇത്രയും കടന്നു ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ, ഡ്രഗ്സിന്റെ ഒക്കെ പേരിൽ അറസ്റ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് വന്നല്ലോ, പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ടേഹൂൺ ചോദിക്കുന്നുണ്ടേ. ഇത് നീ ചെയ്തത് ശരിയായില്ല, ചെയർമാനെ വിളിച്ചിട്ട് അപ്പോളജൈസ് ചെയ്യണം, ഞാനൊരു ടൈം അറേഞ്ച് ചെയ്യാം, നിങ്ങൾ രണ്ടുപേരും കൂടി മീറ്റ് ചെയ്ത് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർക്കാനായിട്ട് പറയും. നിനക്കത് പറയാനുള്ള അവകാശമില്ല, ഞാൻ ആ ഗ്യാങ് വിട്ടത് എങ്ങനെയാണ്, ഏത് അവസ്ഥയിലാണെന്ന് നിനക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ, ഇങ്ങനെയുള്ള സംസാരം നീയുമായിട്ട് നടത്താനായിട്ട് എനിക്ക് താല്പര്യമില്ല, വാ നമുക്ക് കുറച്ച് സോജു കുടിക്കാനായിട്ട് പോകാമെന്ന് പറയും. നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇഷ്ടക്കേട് തോന്നുന്ന കാര്യങ്ങളും കേട്ടാലേ പറ്റത്തുള്ളൂ എന്ന് സൂക്ചൂൾ പറയുന്നുണ്ട്. നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോളാനായിട്ട് ടേഹൂൺ പറയും. നീ ചെയർമാനെ വിളിക്കണം, നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കണം, ഇങ്ങനെ മുന്നോട്ട് പോകാൻ ആണെങ്കിൽ രണ്ടുപേർക്കും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ആരും ജയിക്കാൻ പോകുന്നില്ല. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇത് ശരിക്കും പ്രശ്നങ്ങൾ ഗുരുതരമാകത്തേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ മാത്രമേ ഇത് അവസാനിക്കത്തുള്ളൂ, ദയവേത് അതുവരെ ഇത് കൊണ്ടുപോകരുതെന്നൊക്കെ സൂക്ചൂൾ അവൻ്റെ അടുത്ത് പറയും. അപ്പൊ ടേഹൂൺ അവനിങ്ങനെ നോക്കിയിട്ട് പറയുന്നത്, എൻ്റെ അനിയത്തി മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ, ഞാനൊരു നല്ല മനുഷ്യനാകണമെന്നാണ്, നിന്നെ പോലെ ഒരു നല്ല മനുഷ്യനാകണമെന്ന്. പക്ഷെ ചാൻസും സാങ്യുകളും എന്നെ നന്നായിട്ട് ജീവിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് ഒരു നല്ല മനുഷ്യനാകുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇവൻ അതിനൊന്നും മറുപടി പറയത്തില്ല, ചെയർമാനെ വിളിക്കണം എന്ന് വീണ്ടും പറയും. ഉടനെ ടേഹൂൺ അവൻ്റെ അടുത്ത് ചോദിക്കും, ചെയർമാൻ നിന്നോട് എന്നെ കൊല്ലാൻ പറഞ്ഞാൽ നീ ഇത് ചെയ്യുമോ, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് എന്നെ വിഷമിപ്പിക്കുന്നതെന്ന് സൂക്ചൂൾ ചോദിക്കുന്നുണ്ടേ. ഇവൻ വീണ്ടും ചോദിക്കും, നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ അകന്നു പോയത്, നമ്മൾ തമ്മിൽ നല്ല രീതിക്ക് മുമ്പോട്ട് പോകണം എന്നാണ് എനിക്ക് ആഗ്രഹം, ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണെന്ന് പറയും. സൂക്ചൂളും തിരിച്ച് അവൻ്റെ അടുത്ത് പറയുന്നത്, എനിക്കും അത് തന്നെയാണ് ആഗ്രഹം എന്നാണ്. നിന്റെ അടുത്ത് ഞാൻ ആരാണെന്ന് അന്വേഷിക്കാനല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ നേരിട്ട് പോയി നീയാണോ ചെയ്തതെന്ന് ടേഹൂണിന്റെ അടുത്ത് ചോദിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, എന്നിട്ട് അവൻ സമ്മതിച്ചോന്ന് സാങ്യുൾ സൂക്ചൂളിന്റെ അടുത്ത് ചോദിക്കും. അവൻ അങ്ങനെ സമ്മതിക്കത്തില്ലല്ലോ എന്നുണ്ടെങ്കിൽ സൂക്ചൂൾ ചോദിക്കുന്നുണ്ട്, അത് തന്നെയാണ്, പിന്നെ എന്തിനാണ് നീ ഈ മണ്ടത്തരം കാണിക്കാനായിട്ട് പോയത്, പറയുന്നത് കേൾക്കാനായിട്ട് നിനക്ക് പറ്റത്തില്ലേ, പിന്നെ അവൻ എന്തായാലും എന്നെ കുറ്റം പറഞ്ഞു കാണും, എപ്പോഴും ആരെ കണ്ടാലും എന്റെ കുറ്റം പറയുകയാണ് അവന്റെ ജോലി എന്നൊക്കെ ഇയാളിങ്ങനെ പറയും. എന്റെ അനുഭവം വെച്ച് ഞാൻ നിന്നോടൊരു കാര്യം പറയാം, സാങ്യുളിന് എപ്പോഴും ചെയർമാന്റെ വലങ്കൈയായിട്ട് ഇരിക്കാനാണ് ആഗ്രഹം, അയാളുടെ മേളിലേക്ക് വളരാനായിട്ട് ആരെയും സമ്മതിക്കത്തില്ല, നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്, എപ്പോഴാണ് അയാൾ ചതിക്കുന്നതെന്ന് അറിയത്തില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ അനുഭവം നിനക്കും വരുമെന്ന് ടേഹൂൺ സൂക്ചൂളിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സൂക്ചൂൾ ഇയാളുടെ അടുത്ത് പറയത്തില്ല, അങ്ങനൊന്നും സംസാരിക്കാനുള്ള സമയം കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും എന്നോട് പറഞ്ഞില്ലെന്നാണ് പറയുന്നത്. ഗ്യാങ്ങിലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുന്നത് കണ്ടിട്ടാണ് സൂക്ചൂൾ ചെല്ലുന്നത്. രണ്ടുപേരെ മാറ്റി നിർത്തി വഴക്ക് പറയും. എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ടേ ഡൂഷിക്ക് പറയുന്നത്, എന്നെ സീനിയർ ആയിട്ട് ഇവൻ കണക്കാക്കുന്നില്ല എന്നാണ്. അപ്പം സൂക്ചൂള് ആ ജൂനിയറിനെ വഴക്ക് പറയും. ഇൽസു എന്നാണ് ആ പയ്യന്റെ പേര്. വഴക്ക് പറയുന്നുണ്ടെ അവൻ പറയുന്നത്, സീനിയർ ആണെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ഇത് വേറെ പ്രശ്നമാണ്, ഞങ്ങൾ ജൂനിയേഴ്സിന്റെ അടുത്ത് നിന്നെല്ലാം പൈസ കടം വാങ്ങിക്കുന്നുണ്ട്, ആ പൈസ ഒന്നും തിരിച്ചു വരുന്നില്ല, ആള് ഗ്യാംബ്ലിംഗ് ചെയ്യുന്നുണ്ട്, അതിന്റെ കടമൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുകയാണെന്ന് പറയും. അത് കേൾക്കുന്നുണ്ടേ സൂക്ചൂള് ജൂനിയറിനെ പറഞ്ഞു കൊടുത്തു. കുറെ നാൾ മുമ്പ് എല്ലാവരും കൂടി പുറത്ത് പോകുന്നുണ്ടേ ഡൂഷിക്ക് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് കൂടുതലുള്ള ആളുടെ അടുത്ത് സൂക്ചൂള് കാര്യം തിരക്കുന്നുണ്ട്. ആള് ഗ്യാംബ്ലിംഗ് തുടങ്ങിയിട്ടുണ്ട്, വീടൊക്കെ എങ്ങനെ നഷ്ടപ്പെട്ടതാണെന്നൊക്കെ അയാൾ ഇങ്ങനെ പറയും. അത് കേട്ടിട്ട്
ഇവൻ അത്യാവശ്യം പൈസ കൊടുത്തിട്ട് സൂക്ഷിച്ചു സഹായിക്കുന്നുണ്ട്. പകരമായിട്ട് അവന്റെ വാച്ച് വാങ്ങിച്ച് കൈ വെക്കും. നീ ഇനിയും ഗാംബ്ലിംഗ് ഒക്കെ നിർത്തിയിട്ട് നിന്റെ കടമൊക്കെ വീട്ടാനായിട്ട് നോക്കണം. അത്യാവശ്യത്തിനുള്ള പൈസ ഇതിലുണ്ട്, ഇത് നീ കൈ വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ പ്രോമിസ് ഒക്കെ വാങ്ങിച്ചിട്ട് പറഞ്ഞു വിട്ടതാണ്. വീണ്ടും അവൻ ഇത് തന്നെ തുടങ്ങിയെന്ന് കേൾക്കുമ്പോഴത്തേക്കിനും സൂക്ഷിച്ചുകൊണ്ട് ദേഷ്യം വരും. നന്നായിട്ട് അവനെ എടുത്തിട്ട് പെരുമാറും. അയാൾക്ക് ശരിക്കും ദേഷ്യമാണ്, പക്ഷെ ക്ഷമ ചോദിക്കും. സീനിയർ ആയി പോയത് കൊണ്ട് തന്നെ ക്ഷമ ചോദിക്കും. നിനക്ക് ഒരു ആത്മാർത്ഥതയെ ഇല്ലാന്ന് നിന്റെ മുഖം കാണുമ്പോൾ അറിയാം. എന്നെ കൊല്ലാനുള്ള ദേഷ്യം നിനക്കുണ്ട്. ഞാൻ ആരാണ് ഇതൊക്കെ അന്വേഷിക്കാൻ, ഞാൻ എന്തിനാണ് ഇതിൽ ഇടപെടുന്നതെന്നൊക്കെയുള്ള ദേഷ്യമല്ലേ നിനക്കെന്ന് സൂക്ഷിച്ചുകൊണ്ട് അയാളുടെ അടുത്ത് ചോദിക്കും. കൂട്ടത്തിലൊരു പയ്യൻ കുറെ നാളായിട്ട് വന്നിട്ടില്ലായിരുന്നു. അവൻ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. നീ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അന്നേരം മുങ്ങുമല്ലോ, വീണ്ടും പൊങ്ങിയോ എന്നൊക്കെ സാങ്കുൾ അവൻ്റെ അടുത്ത് ചോദിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ അച്ഛനെ വിസിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണെന്ന്. എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നമുക്ക് ഇൻസെന്റീവ്സ് കുറവാണ്. ജയ്ഹൂണിന്റെ ഗ്യാങ്ങിലാണെങ്കിൽ അവർക്ക് ആഴ്ചയിൽ 5 ദിവസം ജോലി ചെയ്താൽ മതി, പിന്നെ ഒരുപാട് ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നമുക്കും അങ്ങനെ ഒരു അപ്രോച്ച് നോക്കുവാണെങ്കിൽ ഗ്യാങ്ങിലെ ആൾക്കാർക്ക് ജോലി ചെയ്യാൻ കുറച്ചും കൂടി ഉത്സാഹം ഉണ്ടാവും എന്നൊക്കെ ഈ പയ്യൻ പറയും. ഇത് കേൾക്കുന്നുണ്ടേ സാങ്കുളിന് ദേഷ്യം വരും. അങ്ങനെയാണെങ്കിൽ നീ പോയി അവിടെ ജോലി ചെയ്തോ, അവിടെ ആഴ്ചയിൽ 5 ദിവസമല്ലേ ജോലി ചെയ്യുന്നുള്ളൂ, കൂടുതൽ പൈസയും കിട്ടുമല്ലോ, അങ്ങോട്ടേക്ക് പൊക്കോ, നാളെ മുതൽ ഇങ്ങോട്ടേക്ക് വരണ്ട, നീ കൊണ്ടുവന്ന ബ്രെഡ് ഒന്നും എനിക്ക് വേണ്ട, എടുത്തോണ്ട് പോകാനൊക്കെ പറഞ്ഞിട്ട് ഇവനെ പറഞ്ഞു വിടും. ഇവന് ക്ഷമ ചോദിക്കുന്നുണ്ട്, പക്ഷെ നാളെ മുതൽ ഇവിടെ കാണണ്ടെന്നാണ് ഇയാൾ പറയുന്നത്. സൂക്ചൂടെ ഡ്യൂഷിക്കിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതന്നെയാണ് സാങ്കുൾ അവിടേക്ക് വരുന്നത്. പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. നിർത്തിയിട്ട് എഴുന്നേറ്റ് വാ, നമുക്ക് ചെയർമാനെ വിളിക്കാനായിട്ട് പോകണം എന്ന് പറയും. യങ്സോ ആണെങ്കിൽ കുക്കീസ് ഒക്കെ വാങ്ങിച്ചിട്ട് സോക്കിങ്ങിനെ വന്ന് വിളിക്കും. ഞാനിവിടെ താഴെ നിൽപ്പുണ്ട്, കുക്കീസുമായിട്ട് വരാൻ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ കയറി വരരുത്, ഒരു 5 മിനിറ്റ് വേണം എന്ന് പറയും. അവൾ ഒരുങ്ങാൻ പോയതാണെന്ന് ഇവനറിയാം. അവന്റെ വിചാരമൊന്നും തെറ്റിയില്ല. കോള് വരുന്നുണ്ട് തന്നെ വീട്ടിൽ നിൽക്കുന്ന കോലത്തിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവാൻ പോയതാണ് സോക്യു. അതുവഴി നടന്നു പോകുന്ന ആൾക്കാരെ എല്ലാം ഒരാൾ തടഞ്ഞു നിർത്തിയിട്ട് ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇയാളെ ഇവിടെ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് യങ്സു കാണും. അയാളെ കാണുമ്പോൾ തന്നെ ഹോസ്പിറ്റലിലെ CCTV ഫൂട്ടേജിൽ കണ്ട ഒരാളാണ്, ആ ഗ്യാങ്ങിലുള്ള ഒരാളാണെന്ന് അവൻ തിരിച്ചറിയും. ഇയാളെ യങ്സുവിന്റെ അടുത്ത് വന്നിട്ട് ഫോട്ടോ കാണിക്കും. എന്നിട്ട് ഈ ലേഡിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇവൻ ആദ്യം ഫോട്ടോ കാണുന്നുണ്ടേ ഈ ലേഡിയെ കാണാൻ നല്ല ഭംഗിയാണല്ലോ എന്നാണ് പറയുന്നത്. ഇവരെയോ, ഇവർക്ക് അത്ര ഭംഗിയൊന്നുമില്ല, എന്തായാലും ഇവരെ അറിയാമോ എന്ന് ചോദിക്കും. അറിയാമോ എന്നോ, ഞാൻ ഇവരെ കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് അറിയാലോ എന്ന് ഇവൻ മറുപടി പറയും. അങ്ങനെയാണെങ്കിൽ ഇവർ താമസിക്കുന്ന സ്ഥലം അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അറിയാം, ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കാറിൽ കയറാനായിട്ട് പറയും. അകത്ത് കയറി കഴിയുമ്പോഴാണ് ഇവൻ പോലീസുകാരനാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്, ഞാൻ അങ്ങനെയുള്ള ആളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവർ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗാംബ്ലിംഗ് സൈറ്റിലേക്ക് എന്നെ കൊണ്ടുപോകാനായിട്ട് പറയും. അതിനു മുമ്പ് ഇയാളെ കൊണ്ട് സോക്കിങ്ങിനെ കാണാൻ ഭംഗിയാണെന്ന് സമ്മതിപ്പിക്കുകയും ആ ഫോട്ടോ അയച്ചു തരണമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇവൻ എന്നിട്ട് സോക്കിങ്ങിന് മെസ്സേജ് അയക്കും, ഒരു അത്യാവശ്യം വന്നു, ഞാൻ പോവുകയാണ്, കുക്കീസ് ഒന്നിച്ച് കഴിക്കാനായിട്ട് പറ്റത്തില്ല, ഞാൻ വേറൊരു ഗിഫ്റ്റുമായിട്ട് അടുത്ത് തന്നെ വരാമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. ചെയർമാനെ റിലീസ് ചെയ്യും. എന്നെ ഡ്രഗ് കേസിൽ കുടുക്കിയത് ആരാണെന്ന് കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ടേ. സാങ്കുൾ പറയും ടേഹൂൺ ആണെന്ന് ഉറപ്പാണ്, പക്ഷെ നമുക്ക് അത് തെളിയിക്കാനായിട്ട് തെളിവൊന്നുമില്ല എന്ന് പറയുന്നുണ്ടേ. ചെയർമാൻ പറയും ടേഹൂൺ തന്നെയാണ് തെളിവ്, അവനോട് ഞാൻ എങ്ങനെയാണ് പകരം ചോദിക്കേണ്ടതെന്ന് ചോദിക്കും. രണ്ടുപേരും അന്നേരം ഒന്നും മിണ്ടത്തില്ല. ചെയർമാൻ ആദ്യം റൂമിലേക്ക് കയറിപ്പോവും. അന്നേരം സാങ്കുൾ തിരിഞ്ഞിട്ട് സൂക്ഷിച്ചുകളുടെ അടുത്ത് പറയും, ചെയർമാന് ടോഫ് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വേണ്ട സോജ് വാങ്ങിച്ചാൽ മതി, ഇപ്പൊ നീ പോകണ്ട, കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്യും, പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയും. ഇവനാണെങ്കിൽ നോക്കുന്നുണ്ടേ മിയോങ്ങിന്റെ പെർഫോമൻസ് തുടങ്ങാൻ സമയമായി, അവന് പോകണം, പക്ഷെ അത് പറയാനായിട്ട് പറ്റുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ നിൽക്കേണ്ട അവസ്ഥയാണ്. കൂട്ടത്തിലുള്ള ആൾ എവിടെ പോയി എന്നൊക്കെ ഇവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് യങ്സു അയാളെ കൊണ്ട് അവിടേക്ക് വരുന്നത്. അപ്പൊ സോക്കിങ്ങിന്റെ ഫാമിലിയിലെ ആരോ ആണ്, അവരുടെ ഫാമിലിയിലെല്ലാം തക്സ് ആണോ എന്നൊക്കെ ഈ ലേഡി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ പോലീസാണ്, നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണെന്ന് യങ്സു പറയും. അന്നേരമാണ് കാര്യം സീരിയസ് ആണെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സോക്കിങ്ങിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിന് പകരമായിട്ട് എന്നെ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത് അവർ ചോദിക്കും. ഉടനെ അവൻ പറയും ശരി, എന്റെ നല്ല മനസ്സ് കാരണം ഞാൻ നിങ്ങളെ വെറുതെ വിടാം, പക്ഷെ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. സോക്കിങ്ങിനെ നിങ്ങൾ ഇനി അന്വേഷിക്കാൻ പാടില്ല, ഈ ഗ്യാങ്ങിലെ ആരും അവളെ അന്വേഷിച്ച് ചെല്ലരുത്, ആ നെയ്ബർഹുഡിൽ ഇവിടുന്ന് ആരെയും കാണാനായിട്ട് പാടില്ല. സോക്കിങ് ഇനി ഗാംബ്ലിംഗ് ചെയ്ത് തുടങ്ങുവാണെങ്കിൽ നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യും. അവളെ നിങ്ങൾക്ക് കുറച്ച് പൈസ തരാനായിട്ടുണ്ടോ എന്ന് എനിക്കറിയാം, അത് കളഞ്ഞു പോയതായിട്ട് നിങ്ങൾ വിചാരിക്കണം, കാരണം എന്തായാലും ഗാംബ്ലിംഗ് ചെയ്ത പൈസ തന്നെയാണല്ലോ. ഇതൊന്നും പോരാഞ്ഞിട്ട് അവൾക്കൊരു പനി വന്നാലോ അവളുടെ കാല് മുറിഞ്ഞാലോ, എന്തിനാ അവൾ വിഷമിച്ചെന്നറിഞ്ഞാൽ പോലും ഞാൻ ഇനി നിങ്ങളെ വന്ന് അറസ്റ്റ് ചെയ്യുന്ന പറയും. അപ്പം ഒരു കാരണവശാലും യങ്സുവിന്റെയോ സോക്കിങ്ങിന്റെയോ ഫ്രണ്ടിൽ ചെന്ന് പെടാൻ പാടില്ല എന്നാണ് അവൻ ഉദ്ദേശിക്കുന്നതെന്ന് ആ ലേഡിക്ക് മനസ്സിലാവും. അവർ സമ്മതിക്കും, ബാക്കി എല്ലാവരെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്യും. ബാറിലെ ആ ഫ്രണ്ട്ലി ആയിട്ടുള്ള പയ്യൻ വന്നിട്ട് റെഡി ആയോ എന്ന് മിയോങ്ങിന്റെ അടുത്ത് ചോദിക്കും. ഇവളാണെങ്കിൽ ഒരു സീറ്റ് ബുക്ക് ചെയ്ത് ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോയ് ഫ്രണ്ടിന് വേണ്ടിയിട്ടാണോ അന്ന് വന്ന ആളാണോ എന്നൊക്കെ ഈ പയ്യൻ ഇങ്ങനെ ചോദിക്കും. ഞാൻ VIP സീറ്റ് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയും. തുടങ്ങാൻ സമയമായി, നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവളെ വിളിക്കാനായിട്ട് വന്നതാണ്. ഈ സമയത്ത് ഇവളുടെ ഫോണിലേക്ക് സുക്തുളിന്റെ മെസ്സേജ് വരും, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും, തുടങ്ങുമ്പോൾ ഞാൻ കാണത്തില്ല, ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. പക്ഷെ ഇവൾ ഇത് കാണത്തില്ല, അതിന് മുമ്പേ അവൾ അവിടുന്ന് പോകും. സൂക്ചൂള് പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇടയ്ക്ക്
ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പൊ അവള് മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ടില്ല. കാണാത്തതാണോ, എന്ത് പറ്റിയതായിരിക്കും എന്നൊക്കെ ഇവനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അകത്ത് സംസാരം നടക്കുന്നതേ ഉള്ളൂ, ഇവനെ ഒട്ടും വിളിക്കുന്നതുമില്ല, ഒന്നും പറയുന്നതുമില്ല. ചാൻസ് എന്തായാലും വെറുതെ ഇരിക്കത്തില്ല, തിരിച്ച് നമുക്ക് എന്തെങ്കിലും പണി തരും. അതുകൊണ്ട് ജബോങ്ങിന്റെ അടുത്ത് നമ്മുടെ പയ്യന്മാരെയും കൂട്ടി എപ്പോഴും വിജിലന്റ് ആയിട്ട് ഇരുന്നോളാൻ പറയണമെന്ന് ടേഹുൺ ചെൻഹോയുടെ അടുത്ത് പറയും. അവൻ സമ്മതിക്കും. എന്നിട്ട് ഇവര് ബാറിലേക്കാണ് പോകുന്നത്. സ്പീഡിൽ പോകണം, ലേറ്റ് ആകാനായിട്ട് പാടില്ല എന്ന് ടേഹുൺ പറയും. മിയോങ്ങിന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പെർഫോമൻസ് തുടങ്ങുന്നതിന് മുമ്പ് മിയോങ് നോക്കുമ്പോൾ എല്ലാ സീറ്റ്സും ഫില്ലായിട്ടുണ്ട്. സൂക്ചുളുടെ സീറ്റ് മാത്രം ഒഴിഞ്ഞു കിടക്കുകയാണ്. അവളുടെ പെർഫോമൻസ് തുടങ്ങുമ്പോഴത്തേക്കിനും ടേഹൂൺ അവിടെ വരും. അങ്ങനെ സൂക്ചുളിന് വേണ്ടി റിസർവ് ചെയ്തിരുന്ന VIP സീറ്റിൽ ടേഹൂൺ ആണ് വന്നിരിക്കുന്നത്. റീകൺസ്ട്രക്ഷന്റെ ആ കമ്പനിയുടെ ആൾക്കാരെ വിളിക്കാനായിട്ട് വന്നിട്ട് ചെയർമാൻ സൈമണിന്റെ അടുത്ത് പറയും. വിളിക്കുന്നുണ്ടെ അവർ ഫോൺ അറ്റൻഡ് ചെയ്യത്തില്ല, വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കും. കുറെ കഴിയും തന്നെ അവർ മെസ്സേജ് അയക്കും. കോൾ അറ്റൻഡ് ചെയ്യാതെ മെസ്സേജ് അയക്കുകയാണ് ചെയ്യുന്നത്. ഡ്രഗ് കേസിലൊക്കെ പെട്ടോണ്ട് എല്ലായിടത്തും വാർത്ത വന്നു, ഇനിയും ഇവരുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്നാണ് അവിടെ നിന്ന് മെസ്സേജ് അയച്ചേക്കുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ചെയർമാന് കാര്യം മനസ്സിലാവും. ടേഹൂൺ ഇതിന്റെ പുറകെ ആയിരുന്നു, ആ ഡീല് നമുക്ക് കിട്ടിയതിന്റെ ദേഷ്യമായിരുന്നു, അതിനു വേണ്ടിയിട്ടാണ് അവനിത് ചെയ്തതെന്ന് ചെയർമാന് മനസ്സിലാവും. നമുക്കും തിരിച്ച് ഇതുപോലൊരു പണി കൊടുക്കണ്ടേ, അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ലല്ലോ എന്ന് സാങ്കുലി ചോദിക്കുന്നുണ്ടേ ചെയർമാൻ പറയുന്നത്, വേണ്ട, അതിന്റെ ആവശ്യമില്ല, ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും തീരത്തില്ല, ഞങ്ങളിൽ ഒരാള് മരിക്കുന്നത് വരെ ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു പറയും. എന്നിട്ട് സൂക്ചൂൾ പുറത്തുണ്ടോ, അവനെ അകത്തേക്ക് വിളിക്കാനായിട്ട് പറയും. സൂക്ചൂൾ വരുന്നുണ്ടേ, നിനക്ക് എന്നോടുള്ള ലോയൽറ്റി പ്രൂവ് ചെയ്യാനുള്ള സമയമാണ്, നീ എനിക്ക് വേണ്ടി എന്തും ചെയ്യുമോ എന്ന് ചോദിക്കും. എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ടേ ഒരു പുതിയ കത്തി എടുത്ത് ആ ടേബിളിലേക്ക് വെക്കും. ഇത് കൊണ്ടുപോയി ആരും അറിയാതെ ടേഹൂണിനെ നീ തന്നെ തീർത്തിട്ട് വരണം എന്നാണ് ചെയർമാൻ അവനോട് പറയുന്നത്. അവനിങ്ങനെ ഷോക്ക്ഡ് ആയിട്ടിരിക്കും.